അതൊന്നുമില്ല. വളരെ പരിമിതമായ ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. ഓരോ സംസ്ഥാനത്തുമാണ് തയ്യാറാക്കുന്നത്. അത് ശരിയാണ്. ശ്രീ റോണി കെ ബേബി, ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഏജന്റുമാർക്ക്, ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് നിങ്ങൾ പരിശീലനം കൊടുക്കുന്നതിന്റെ കുറവാണോ? നിങ്ങളുടെ ഏജന്റുമാർ പ്രതികരിക്കാത്തത് കൊണ്ടാണോ? അതോ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ അംഗീകരിക്കുന്നില്ല, ഇതാണോ പ്രശ്നം? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കര്, ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു ആർഗ്യുമെന്റിലേക്ക് കടന്നിട്ട് ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞത് ഒരു കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വെബ് ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കഴിയുള്ളൂ. എന്നോട് വളരെ കൃത്യമായി പറഞ്ഞതാണ്, ഹരിയാന ഇലക്ഷൻ റിസൾട്ടിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ചണ്ഡീഗഡ് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ആ ചണ്ഡീഗഡ് ഹൈക്കോടതി വളരെ ക്ലിയർ ആയി പറഞ്ഞതാണ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം അവർക്ക് പരാതിക്കാർക്ക് കൊടുക്കാനായിട്ട്. ആ ഹൈക്കോടതി വിധി വന്ന ഉടൻ തന്നെ ആഴ്ചകൾക്കുള്ളിൽ എന്ത് ചെയ്തു, കേന്ദ്ര നിയമ മന്ത്രാലയം പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവന്ന് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അമെന്റ് ചെയ്തുകൊണ്ട് ഇത് പുറത്തു കൊടുക്കാൻ പാടില്ല അമെന്റ് ചെയ്തു. ഞാൻ വളരെ ഹർജിയുടെ ഡേറ്റ് ഉൾപ്പെടെ ആരാണ് ഹർജി കൊടുത്തതെന്ന് ഞാൻ കൃത്യമായി പറയാം. ഒന്ന്. രണ്ട്, അദ്ദേഹം ആസാമിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യയിലെമ്പാടും SIR നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം വരുന്നത് ജൂൺ മാസം 24-ാം തീയതിയാണ്. ആ ജൂൺ മാസം 24-ന് ഇന്ത്യയിലെമ്പാടും, അതിനുശേഷം ഒരു സുപ്രീം കോടതി വിധിയും വന്നിട്ടില്ല. തന്നെ ഈ ചോദ്യം വന്നപ്പോൾ ഈ ജ്ഞാനേഷ് കുമാറിനോട് ചോദ്യം ചോദിച്ചു ഈ പത്രമാധ്യമ സുഹൃത്തുക്കൾ, എന്തുകൊണ്ടാണ് ആസാമിൽ SIR നടപ്പാക്കാത്തത്? അദ്ദേഹം പറഞ്ഞത് ക്ലിയറിംഗ് ഓഫ് സിറ്റിസൺഷിപ്പ് അവിടെ ആസാമിലെ പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള അവിടെ ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ തന്നെ പ്രതിപക്ഷ പ്രശ്നം വരികയാണ്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ SIR-നെ എതിർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗരത്വ രേഖയിലേക്കുള്ള ഒന്നാമത്തെ കടമയാണ് SIR. ഇത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവിടെ കൃത്യമായി പറഞ്ഞു. അപ്പൊ എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ, 2024 ലോക്സഭ പറയുന്ന ഫണ്ടമെന്റലി തെറ്റാണ്. അദ്ദേഹം പറഞ്ഞത് ജൂണിന് ശേഷം വിധി ഉണ്ടായിട്ടില്ല എന്നാണ്. ഒക്ടോബർ 2024 ഞാൻ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് വിക്രംനാഥിന്റെ ബെഞ്ചിന്റെ വിധി. ജൂൺ 25-നാണ് SIR ഇന്ത്യ ഉത്തരവ്. ഒക്ടോബർ കഴിഞ്ഞ വർഷം ഒക്ടോബർ 24 സ്പെസിഫിക്കലി ആസാമിനെ അഡ്രസ് ചെയ്തതിനു ശേഷം ജസ്റ്റിസ് വിക്രംനാഥിന്റെ ബെഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ എക്സ്ക്ലൂഡ് ചെയ്യാം. അതിന് പുറമെ വേറൊരു വിധി വേണം സാർ, അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഓവർറൂൾ ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി വിധി എങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത്? സാർ അത് ആയിക്കോട്ടെ, പക്ഷെ 2024 സുപ്രീം കോടതിയുടെ വിധി എവിടെ ഫൈനാലിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനല്ലേ നിയമം? ഞാനിപ്പോ നമ്മുടെ നിയമം പഠിപ്പിക്കാൻ പറ്റും. ആയിക്കോട്ടെ സാർ, സബ്ജക്ട് ടു സുപ്രീം കോടതിയുടെ കണ്ടീഷൻ അല്ലേ? അതായത് ഞാൻ ഒരു കാര്യം പറയാം. സുപ്രീം കോടതി ഒരു വിധി പറയുന്നു, ആ വിധിയെ മറികടന്നുകൊണ്ട് ഇന്ന് കേരള ഗവൺമെന്റിന് ഒരു നിയമം പാസ്സാക്കാനായിട്ട് കഴിയുമോ? എന്റെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. അല്ലല്ല, ഞാൻ ചോദിക്കാം, ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ആസാമിന് അല്ലല്ല, ഒരു സെക്കൻഡ്, അങ്ങനല്ല താങ്കൾ അത് മനസ്സിലാക്കുന്നതിന്റെ പ്രശ്നമാണ്. ആസാമിന് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഡർ സുപ്രീം കോടതി ഇടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് നടപ്പാക്കണമെന്ന് പിന്നീട് തീരുമാനിക്കുകയും ചെയ്താൽ സുപ്രീം കോടതിയുടെ വിധി അത് മറികടക്കുന്നു എന്നാണോ താങ്കൾ ധരിക്കുന്നത്? SIR-മായി ബന്ധപ്പെട്ടുള്ള ഒരു വിധിയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, 2024 ഒക്ടോബറിൽ ജസ്റ്റിസ് വിക്രംനാഥിന്റെ ബെഞ്ച് എന്ന് പറയുമ്പോൾ താങ്കൾ ഇല്ല എന്ന് പറഞ്ഞ കണ്ണടച്ചിട്ടാക്കുന്നതിന് തുല്യമല്ലേ? ഈ പറയുന്ന സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് സുപ്രീം കോടതി. SIR എക്സംഷൻ എന്നാണ് പറയുന്നത്. പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ നിരവധി വിധികൾ കൃത്യമായ ബോധ്യത്തിൽ Assam's unique citizenship metrics cannot be shoehorned into a one-size-fits-all SIR. Any overlap risks contempt of our NRC orders. ജസ്റ്റിസ് നാഥിന്റെ ഓർഡറാണ്. ആ ഓർഡറിൽ നിന്നാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അത് പറഞ്ഞതിന് ശേഷവും അത് എങ്ങനെയില്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സാർ ചർച്ച സാധ്യമാകുന്നത്? പോയിന്റ് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ വിധിയിൽ നിന്ന് കോട്ട് ചെയ്ത് പറയുന്ന സമയത്ത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ കൗണ്ടർ ആർഗ്യുമെന്റ് എന്നാണ് ഇന്ത്യയിലെ ഈ നമ്മളെ SIR എന്ന വാക്ക് തന്നെ കേൾക്കാൻ തുടങ്ങി. അത് പരിശോധിക്കാം. അതല്ലല്ലോ താങ്കൾ ഇതുവരെ പറഞ്ഞത്. ഗോൾ പോസ്റ്റ് മാറ്റല്ലേ? താങ്കളിലേക്ക് വരാം. ശ്രീ മോഹൻ ബഗീസ്, ഇവിടെ അല്ലല്ല, കോടതിയിൽ പോകാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല. അപ്പോൾ രാഹുൽ പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിമാർ എന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിലവിലെ കോടതി വിധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്നതിന് ശ്രമിക്കുന്നില്ല. SIR-നെ അപ്പാടെ എതിർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടെയാണ് ഈ വോട്ട് ചോരി ആരോപണവുമായി വരുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം തന്നെ. ഇവിടെ ഒരു വലിയ മുമ്പിൽ പോയില്ലെന്നാ പറയുന്നത്. 30 സെക്കൻഡ് ഇവിടെ ആര് കോടതിയിലും പിന്നെ നിയമത്തിന് മുമ്പിൽ പോയില്ലെന്നാ പറയുന്നത്. മഹാരാഷ്ട്രയിലെ കേസുമായി ബന്ധപ്പെട്ട് എത്രയോ കേസുകൾ ബോംബെ ഹൈക്കോടതിയിലുണ്ട്.
ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യം മനസ്സിലാക്കുക. ഹരിയാനയിലെ കേസ് എന്താണെന്നറിയോ? ഹരിയാനയിലെ കേസ് വ്യാജ വോട്ടർമാരെ കുറിച്ചല്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അവിടുത്തെ 20 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടായിരിക്കുന്ന ഫലത്തിനെ കുറിച്ച് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ടുള്ള കേസാണ്. 20 കേസ്. ആ കേസ് നടക്കുന്നുണ്ട്. അതല്ലാതെ ഉണ്ടായിരുന്ന 5 പരാതികളാണ് കോൺഗ്രസിന്റെ ഉണ്ടായിരുന്നത്. ആ 5ഉം കോടതി സെറ്റിൽ ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് അതിൽ അപ്പീലിന് പോയിട്ടില്ല. വെറുതെ എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നമ്മുടെ മുന്നിൽ ഫാക്ട് ഉണ്ടല്ലോ. സാർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 2 കോടി വോട്ടർമാരുള്ളപ്പോ അതിൽ 25 ലക്ഷം വ്യാജമാണെന്ന് പറഞ്ഞാൽ 8-1 വ്യാജമല്ലേ? 8-1 വ്യാജമല്ലേ? എന്നിട്ട് ഒരു പരാതി കൊടുത്തോ? 8-1 വ്യാജമല്ലേ? പരാതി കൊടുത്തോ? 8 വോട്ടർമാരിൽ ഒരാൾ വ്യാജമായിട്ട് കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് രാഹുൽ പറയുന്നത്. ശരി, വഴിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ കാണുന്ന ഓരോ 8-ൽ ഒരാളും വ്യാജനാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധി ഇന്നലത്തെ കണക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇന്ന് ഇന്ത്യ ടുഡേയും ഇന്ത്യൻ എക്സ്പ്രസും നടത്തിയിരിക്കുന്ന ഫാക്ട് ചെക്ക് കണ്ടോ? ശ്രീ സിബി കണ്ടു കാണുമല്ലോ. അല്ല, ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. നിങ്ങള് തന്ത്രപരമായിട്ട് നിങ്ങൾ ഈ നുണ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് BJP ആഭിമുഖ്യമുള്ള പത്രമല്ല എന്ന് ചുരുങ്ങിയത് ശ്രീ സിബി സത്യൻ സമ്മതിക്കും അല്ലെ? BJP ഒരു സെക്കൻഡ് BJP ആഭിമുഖ്യമല്ല ഉള്ള പത്രമല്ലാത്ത BJP ആഭിമുഖ്യമില്ലാത്ത ഇന്ത്യൻ എക്സ്പ്രസ് ഫാക്ട് ചെക്ക് വഴി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നുണയാണെന്ന് പറഞ്ഞതിനെ കുറിച്ച് എനിക്കൊരു 30 സെക്കൻഡ് സമയം ഞാൻ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് പറഞ്ഞാൽ അത് കൗണ്ടർ ചെയ്യണം. ഒന്ന് തിരിച്ചു സംസാരിക്കാനുള്ള ഇതായി ഈ രാജ്യം ഇന്ന് നേരിട്ടുള്ള പ്രശ്നം. നിങ്ങൾ ബാക്കിയുള്ളത് അംഗീകരിച്ചോളാം. ഞാൻ പറഞ്ഞ കോടതി വിധി നിങ്ങളല്ലേ അംഗീകരിക്കാത്തത്? കോടതി വിധി പോലും അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധി തയ്യാറല്ല. ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് അതാണ് ഈ നാട്ടിലെ ജനാധിപത്യം പറഞ്ഞ അങ്ങനെയാണ്. ഞാൻ പറയാം, താങ്കൾ പറഞ്ഞത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. സുഭാഷ് കുറ്റക്കാർ അനന്ത് നിയമസഭാ മണ്ഡലത്തില് ഈ ഗുലേഷ് കുറ്റക്കാർ BJP സ്ഥാനാർത്ഥിക്കെതിരെ ജാമ്യത്തിലായിരുന്നു. അതുകൊണ്ട് 5000 25 ലക്ഷം വ്യാജ വോട്ടർമാർക്കെതിരെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസ്? പരാതി കൊടുത്തിട്ടില്ല. അല്ല, കോൺഗ്രസ് പരാതി കൊടുത്തിട്ടില്ല എന്നതിനുള്ള മറുപടിയാണ് കോണി നൽകുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്, വോട്ട് ചോരിയിൽ തന്നെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് കോണി പറയുന്നത്. ചുമ്മാ നുണ പറയല്ലേ. നിങ്ങൾക്ക് റിബലുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഹരിയാനയിൽ ഒരു 2 ഡസൻ സീറ്റുകൾ നിങ്ങൾ തോറ്റത് അല്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റിബലുകളുടെയും കോൺഗ്രസിന്റെയും വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ BJP-യേക്കാൾ ബഹുദൂരം മുന്നിലാണ് അല്ലേ? അതിന് ഫാക്ട് എന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് സാർ നുണ പറയുന്നത്? പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആർഗ്യുമെന്റ് മുഴുവൻ തെറ്റാണെങ്കിൽ ഖണ്ഡിക്കണ്ടേ? സുപ്രീം കോടതി വിധിയെ പോലും അംഗീകരിക്കാതെ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്ന ആള് പറയുന്നത് കേട്ട് വിഴുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല സാറേ. നിങ്ങൾ നിങ്ങളുടെ സമയപരം അതാണ് ഒരു മര്യാദ എന്ന് പറയുന്നത്. അല്ല, എന്ത് മര്യാദയാണ് നിങ്ങൾ എന്ത് പരാതിയാണ് കോൺഗ്രസ് കൊടുത്തതെന്ന് കോടി പറയട്ടെ. 25 ലക്ഷം വോട്ടർമാർ വ്യാജ വോട്ടർമാർ 19 ലക്ഷം ഇലക്ഷൻ കമ്മീഷന്റെ റൂളിംഗ് ഒരു 10 കൂടുതൽ വോട്ടർമാരുണ്ടെങ്കിൽ ഫീൽഡ് വെരിഫൈ ചെയ്ത് ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഒരു അഡ്രസ്സിൽ തന്നെ 100-150 അതാണ് ഞാൻ പറയുന്നത്. വായിക്കട്ടെ, ഇനി ഞാൻ പറയുന്ന കേൾക്കുവോ? പരാതി കൊടുക്കുന്നില്ല. ഇനി ഞാൻ പറയുന്നത് കേൾക്കുവോ മഞ്ജുഷ്? ഇനി ഞാൻ മറുപടി പറയട്ടെ ആ പറഞ്ഞതിന്. തീർക്കട്ടെ പറഞ്ഞു. ശരി തീർക്കട്ടെ. എന്നിട്ട് എനിക്ക് അവസരം തരണം. എവിഡൻസ് കൊണ്ടുവന്നിട്ട് അന്ന് പരാതി കൊടുത്തില്ല, നിങ്ങൾ അന്ന് പരാതി കൊടുത്തില്ല. ശരി സാങ്കേതിക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് മറുപടി പറയും. പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഒരു സെക്കൻഡ്. ഹദൽ അസംബ്ലി എനിക്കറിയില്ല. നോക്കൂ, ഹദൽ അസംബ്ലി ഹൗസ് നമ്പർ 150-ൽ 66 വോട്ടുകൾ എന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞു. അത് വ്യാജ വോട്ടുകളാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു.
ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടറെ അവർ ഈ സ്ഥലത്തേക്ക് വിട്ട് ഈ വീട്ടിൽ ഇവർ ചെന്നപ്പോൾ രാജ്പാൽ ഗുധ്രാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ വീടാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കണം. അവിടെ അദ്ദേഹത്തിന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ 3 സഹോദരന്മാരും ഗുധ്രാനയിലേക്ക് വന്നത് സിഹ വില്ലേജിൽ നിന്ന് 80 വർഷം മുമ്പാണ്. അവരെല്ലാവരും വിവാഹം കഴിച്ച് അവിടെ സെറ്റിൽ ചെയ്തു. 10 ഏക്കർ സ്ഥലം അവർക്കുണ്ട്. അതിൽ 5 ഏക്കർ സ്ഥലത്ത് കൃഷി നടത്തി, 5 ഏക്കർ സ്ഥലത്ത് അവർ കുടുംബമായിട്ട് താമസിക്കുന്നു. 1986 അവർ വീട് വെച്ചു, ഹൗസ് നമ്പർ 150. 4 ജനറേഷൻസ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്നിച്ചാണ് അവിടെ താമസിക്കുന്നത്. അവിടെ ഒരു കള്ളത്തരവുമില്ല. അവിടെയുള്ള ആൾക്കാരാണ് ഈ 66 വോട്ടർമാരും. കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു. 2, രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹൗസ് നമ്പർ 265 ഒറ്റ വീട്ടിൽ 501 വോട്ടർമാർ. ഇന്ത്യൻ എക്സ്പ്രസ് അവിടെ പോയി നോക്കിയപ്പോൾ അത് കിഷ്ണി സറൌട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിന്റെ വീടാണ്. ആ ലേഡിയുടെ ഹസ്ബൻഡിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പണ്ട് 30 ഏക്കർ സ്ഥലം വാങ്ങിയതിനു ശേഷം ഉണ്ടാക്കിയ വീട്. അതിനുശേഷം ആ പ്ലോട്ട് അവർ പലതായി തിരിച്ചു വിറ്റു. വിറ്റതിൽ 200 വീടുകളും, ഈ 30 ഏക്കർ സ്ഥലത്ത് 200 വീടുകളും 3 സ്കൂളുകളുമുണ്ട്. ഇതിനെല്ലായിടത്തുമുള്ള ആൾക്കാർക്ക് ഇവരുടെ ഹൗസ് നമ്പറിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയുള്ള വോട്ടർമാർ മുഴുവനും ഈ പ്ലോട്ടിലുണ്ടായിരുന്ന ഒറിജിനൽ ഹൗസ് നമ്പറിലുള്ള 501 വോട്ടർമാരാണ്. ഇതെങ്ങനെ വ്യാജ വോട്ടാകും? ബീഹാർ മാത്രമാണോ ലക്ഷ്യം? ഇന്നലെ തന്നെ ഈ വോട്ട് ചോരി ആരോപണം കൊണ്ടുവന്നതിന് പിന്നിൽ